ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാങ്ങിങ് പോട്ടിലും അതേപോലെ നമ്മുടെ ഡെക്കറേറ്റീവ് പ്ലാന്റൊക്കെ ആയിട്ട് നമ്മൾ വളർത്തുന്ന നമ്മുടെ എപ്പീസിയ ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ ഈ പ്ലാന്റിൻ്റെ കുറച്ച് സവിശേഷതകളും അതേപോലെ ഇതിന് കൊടുക്കേണ്ട വളപ്രയോഗവും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു ചെടി നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതൊക്കെ നോക്കാം. അപ്പം നമ്മളെ വീട്ടിലുള്ള കുറച്ച് കളക്ഷൻസാണ് ഈ കാണുന്നതൊക്കെ. ഇതിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. നമ്മുടെ ലീഫിൻ്റെ കളറിനനുസരിച്ചും അതിൻ്റെ പൂക്കളുടെ നിറത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള നിരവധി വെറൈറ്റികൾ ഈ ഒരു പ്ലാന്റിലുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റികളാണ് കാണുന്നത്. ഇത് ഇപ്പോൾ ഹാങ്ങിങ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുത്തുള്ള പ്ലാന്റ്സാണ്. ഇതിൽ നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ട്. ഇത് വെച്ച് കൊടുത്തിട്ട് ഏകദേശം 2 മാസത്തോളമായി. അതേപോലെ നമ്മൾ നിലത്ത് പോസ്റ്റിലൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി കൂടിയാണ്. വെറുതെ നമ്മൾ കുറച്ച് മണ്ണിലൊക്കെ നട്ടു കൊടുത്താൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഈ പ്ലാന്റ് നമ്മൾ പോസ്റ്റ് വെച്ച് അതിലും ആണ് പോട്ട് വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ നിലത്തേക്ക് പടർന്ന് ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ നിറയെ തൈകളൊക്കെ ആയിട്ട് നമ്മൾ പോസ്റ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റിൽ തന്നെ പറ്റി പിടിച്ച് ഇറങ്ങി നിറയെ തിക്കായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്നൊരു ചെടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് തൈകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇത്തരത്തിൽ പോസ്റ്റൊക്കെ വെച്ച് നമ്മൾ ചെടി നടുമ്പോൾ പോസ്റ്റിൽ ഈ ചെടി പറ്റി പിടിച്ച് പെട്ടെന്ന് തന്നെ വേര് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് തൈകളൊക്കെ നിന്ന് വളരെ ഈസിയായിട്ട് പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. എപ്പീഷ്യയുടെ ഒരു പ്രത്യേകത കൂടിയാണിത്. നിറയെ തൈകൾ പെട്ടെന്ന് വളർന്നു വരികയും അതേപോലെ വേരൊക്കെ പെട്ടെന്ന് പിടിക്കുകയൊക്കെ ചെയ്യും. നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. പിന്നെ ലോ മെയിൻ്റനൻസ് ആണ്. കുറഞ്ഞ രീതിയിലുള്ള പരിചരണം മാത്രം മതി ഈ ഒരു ചെടിക്ക്. വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ നടുന്ന സമയത്ത് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ട് നമ്മൾ നട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ പോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ എപ്പീഷ്യ നല്ല ഹെൽത്തി ആയിട്ട് വളരും. നമ്മൾ ഹാങ്ങിങ് പോട്ടിലാണ് വെക്കുന്നതെങ്കിലും നമ്മുടെ വളം ഈ ഒരു വളമൊക്കെ തന്നെ മതിയാവും. പിന്നെ 2 ദിവസം ഇടവിട്ട് നമുക്ക് നനച്ചു കൊടുക്കാം. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക. എപ്പീഷ്യൻ ചെടി എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഓവർ വെയിലിൻ്റെ ആവശ്യമില്ല. ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി. നല്ല ഒരു അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന രീതിയിൽ. നല്ല ഉച്ച സമയത്തുള്ള വെളിച്ചം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ് പോട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ടായി. പിന്നെ മാറ്റി വെച്ച് കൊടുത്തതാണ്. ഇത് നമ്മൾ നിലത്ത് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള എപ്പീഷ്യ ചെടികളാണ്. അതിലൊക്കെ നിറയെ മുട്ടുകളും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലീഫുകൾ കണ്ടാറ് നേരത്തെ കണ്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഗ്രീനും അതേപോലെ കുറച്ച് നമ്മുടെ സിൽവർ ഷെയ്ഡ് അധികമുള്ളൊരു വെറൈറ്റി കൂടിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് 3-4 വെറൈറ്റികളാണ് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എപ്പീഷ്യ നമ്മളെപ്പോഴും നടുന്ന സമയത്ത് നടുന്ന പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെടിയുടെ ലീഫിൻ്റെ ഇലകൾക്കൊക്കെ വലുപ്പം വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചെറിയ പോട്ടിലാണ് നമ്മൾ വെച്ചതെങ്കിൽ ചെറിയ രീതിയിൽ മാത്രമേ ചെടികൾ വളരൂ. എന്നാൽ നമ്മൾ വലിയ പോട്ടിലേക്ക് ഈ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫുകൾ കുറച്ചുകൂടി നല്ല വലുപ്പം വയ്ക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ തിക്കായിട്ട് വളരുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് മാറുകയും ചെയ്യും. മറ്റ് ചെടികളുടെ കൂടെയൊക്കെ ഈ ചെടി വെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ നമ്മൾ വേറൊരു ചെടിയുടെ കൂടെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നിറയെ തിക്കായി തന്നെ വളർന്നു വരികയും ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗാർഡനിൽ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് നമുക്ക് പുല്ല് വളർത്തുന്നതിന് പകരം ഈ ഒരു എപ്പീസിയൊക്കെ നമുക്ക് നിലത്ത് പടരുന്ന ചെടിയായതുകൊണ്ട് ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ പോസ്റ്റ് വെച്ച് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് നട്ടതിൻ്റെ കൂടെ തന്നെ ആ ഒരു പോട്ടിൽ തന്നെ നമ്മൾ എപ്പീസിയ വെച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ അതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു വെറൈറ്റിയാണ് നമ്മൾ വെർട്ടിക്കലായിട്ട് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. വെർട്ടിക്കൽ ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ മതിലുകൾക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. ചെടികൾക്ക് പിടിച്ച് വളരാം. അതേപോലെ നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മണ്ണിൽ ഈർപ്പം നിൽക്കുന്ന രീതിയിൽ ഏത് സ്ഥലത്ത് നമ്മൾ ഈ ചെടി വെച്ചാലും വളരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൺമതിലാണ്. അതിൽ നമ്മൾ ഈ ചെടി കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിറയെ ഈ ഒരു മതിലിൻ്റെ മുകളിൽ കവർ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുറച്ച് ഭാഗം കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ്ങുകൾ കളക്ട് ചെയ്യുന്നതും അത് നടുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കട്ടിങ്ങുകൾ കളക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്പ്രെഡായിട്ട് വരുന്ന കുറച്ച് തൈകൾ നമ്മൾ ഇതേപോലെ മുറിച്ചെടുത്താൽ മതി. ഇത് കോഫി കളറിലുള്ള നമ്മുടെ പ്ലാന്റാണ് എപ്പീഷ്യ പ്ലാന്റ്. അതേപോലെ ഗ്രീൻ സിൽവർ മിക്സഡ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റിയും ഇതൊക്കെ നമ്മൾ നിലത്ത് കളക്ട് ചെയ്തതാണ്. നമ്മൾ മുകളിൽ നട്ടു കൊടുത്തിട്ടുള്ള പ്ലാന്റ് ചില പ്ലാന്റുകളൊക്കെ നിലത്തേക്ക് വീണ് കിടന്ന പ്ലാന്റുകൾ മാത്രം എടുത്തിട്ട് സെറ്റ് ചെയ്യാണ്. അല്ലാതെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ട് പ്ലാന്റൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇത്തരത്തിൽ ചെറിയ കട്ടിങ്ങൾ മതിയാവും നമുക്ക് നമ്മുടെ ഇതേപോലെ വെർട്ടിക്കലായിട്ടൊക്കെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. നട്ട് കൊടുത്ത് ഏകദേശം 2-3 ആഴ്ച ആകുമ്പോഴേക്ക് ഇത് നല്ല ഹെൽത്തി ആയിട്ട് അതിൽ പിടിച്ച് കയറി ഇതേപോലെ നല്ലൊരു വാളായിട്ട് മാറും. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ എപ്പീഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വെറൈറ്റി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതികൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.